ഇപ്പൊ ചെയ്യുമ്പോ നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കുന്ന കേസിലെ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇതെന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചുവിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചോണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. ഹലോ, നമസ്കാരം, രേണു സുധി. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പം ചേച്ചിനെ വിളിക്കാം നമുക്കല്ലേ. രമ്യ ചേച്ചി, രമ്യ വാ. പിന്നില്ലേ ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ ഇവിടെ ഇരിക്കും. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നതാ, കുറച്ച് ദിവസം നിക്കാൻ വന്നതാ കേട്ടോ. വാ ഇരിക്കും. അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നു ചുറ്റും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് രമ്യ ചേച്ചിയുടെ അഭിപ്രായം, രമ്യാച്ചന്റെ അഭിപ്രായം? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി, സജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടാണ്, എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ. അപ്പം ഫാമിലി മെമ്പേഴ്സും അല്ല. അപ്പം ഇതിനെ പറ്റി എന്താ പറയണത്? സപ്പോർട്ടിന്റെ അല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പിടിച്ചു എന്റെ മൈക്ക.